ബിജെപിയുടെ മുതിർന്ന നേതാവ് എൽ.കെ. അദ്വാനിക്ക് ഭാരതത്തിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കൂടിയാണ് ഈ വിവരം അറിയിച്ചത്. ഭാരതത്തിന് നൽകിയ സംഭാവനകൾക്കാണ് എന്തായാലും എൽ.കെ. അദ്വാനിക്ക് പുരസ്കാര ലബ്ധി. ശ്രീ അദ്വാനിക്ക് ഭാരതരത്നം നൽകുമെന്ന കാര്യം പങ്കുവെക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. താനും അദ്ദേഹത്തോട് സംസാരിച്ചു എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കാരണം ടെലിഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി എൽ.കെ. അദ്വാനിയോട് ഇക്കാര്യം അറിയിച്ചിരുന്നു. ഈ ബഹുമതി ലഭിച്ചതിൽ അദ്വാനിയെ അഭിനന്ദിക്കുക കൂടി ചെയ്തു എന്നും നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. എന്തായാലും ഭാരതത്തിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന എൽ.കെ. അദ്വാനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നതും. രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം എൽ.കെ. അദ്വാനിക്ക് സമർപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ബിജെപിയുടെ മുതിർന്ന നേതാവ് എൽ.കെ. അദ്വാനിക്ക് ഭാരത് രത്ന പുരസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും പ്രധാനമന്ത്രി ആണ് ഇക്കാര്യം അറിയിച്ചതും. ഗൗതം അനന്തനാരായണനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, വിശദാംശങ്ങൾ. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ലാൽകൃഷ്ണ അഡ്വാനിക്ക് ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകിക്കൊണ്ടുള്ള വിവരം അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ, രാജ്യത്തിന്റെ പുരോഗതി അതോടൊപ്പം തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും എൽ.കെ. അഡ്വാനി വഹിച്ചിട്ടുള്ള പങ്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ഇപ്പോൾ രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഭാരതത്തിലെമ്പാടുമുള്ള പ്രത്യേകിച്ച് ബി.ജെ.പി. പ്രവർത്തകർക്ക് ഒപ്പം ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വലിയ ആവേശം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 96-ാമത്തെ വയസ്സിലാണ് എൽ.കെ. അഡ്വാനിയെ തേടി ഭാരത് രത്ന എന്ന ഭാരതത്തിന്റെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരത് രത്ന അദ്ദേഹത്തെ തേടിയെത്തുന്നത്. നമുക്കറിയാം എൽ.കെ. അഡ്വാനി ഭാരതത്തിന്റെ മുൻ ഉപപ്രധാനമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് തുടങ്ങിയ നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഭാരതത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. കാരണം എൽ.കെ. അഡ്വാനിയുടെ ജനനം തന്നെ ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള സിന്ധ് പ്രവിശ്യയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് വിഭജനത്തിന്റെ ആ നാളുകളിൽ ഹൈന്ദവ ജനവിശ്വാസങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായി പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള കലാപങ്ങൾ, ആ കലാപത്തെ തുടർന്ന് സിന്ധ് പ്രവിശ്യയിൽ നിന്നും അഭയാർത്ഥിയായി ഭാരതത്തിലേക്ക്, ഇന്നത്തെ ഭാരതത്തിലേക്ക് 1947-ൽ ആ ഒരു കാലഘട്ടത്തിൽ എത്തിയ വ്യക്തിത്വമാണ് എൽ.കെ. അഡ്വാനി. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വളരെ സജീവമായി. അതിനു മുൻപ് തന്നെ കറാച്ചിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു സ്വയംസേവകായി ശാഖയിൽ എത്തിയിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ. പിന്നീട് അദ്ദേഹം RSSന്റെ പ്രചാരകായി സംഘടനാ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്നു. പിന്നീട് ജനസംഘത്തിന്റെ ഭാഗമാകുന്നു. നമുക്കറിയാം 1951-ൽ ഭാരതീയ ജനസംഘം രൂപീകൃതമാകുമ്പോൾ അന്ന് A.B. വാജ്പേയിയുടെ തണലിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായി രാഷ്ട്രീയ രംഗത്തേക്ക് കൂടി എൽ.കെ. അഡ്വാനി കടന്നു വരികയാണ്. പിന്നീട് ജനസംഘത്തിന്റെ വളർച്ചയിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുവാൻ എൽ.കെ. അഡ്വാനി എന്ന നേതാവിന് സാധിച്ചു. 1975-ൽ ഒരിക്കൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം തകർക്കുമ്പോൾ രാജ്യത്തെ ഒരു ജയിലിലേക്ക് അടച്ചുകൊണ്ട്, പത്രമാധ്യമങ്ങളെ നിരോധിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചുകൊണ്ട് രാജ്യത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട ആ അടിയന്തരാവസ്ഥ 1975 മുതൽ 77 വരെ രാജ്യത്ത് നീണ്ടുനിന്ന അടിയന്തരാവസ്ഥയുടെ കരാള ഹസ്തങ്ങളിൽ ഭാരതത്തിൽ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ലാൽകൃഷ്ണ അഡ്വാനി എന്ന
വ്യക്തിത്വം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ നിർണായകമാണ്. അദ്ദേഹം ജയിൽവാസം അടിയന്തരാവസ്ഥ കാലത്ത് അനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് അടിയന്തരാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി അതിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്നതിലൊക്കെ LK അഡ്വാനി എന്ന വ്യക്തിത്വം വളരെ നിർണായകമായ പങ്ക് വഹിച്ചു എന്നത് ശ്രദ്ധേയമാണ്. പിന്നീട് 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമുക്കറിയാം ആദ്യമായി ഭാരതത്തിൽ സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 മാർച്ച് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ സംഗമ രൂപമായിട്ടുള്ള ജനതാ പാർട്ടി, നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് ജനതാ പാർട്ടിയാണ്. ജയിലിൽ രൂപീകൃതമായ ഒരു പാർട്ടി എന്ന് പോലും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം പ്രതിപക്ഷ നേതാക്കളെല്ലാം ജയിലിലായിരുന്നു. അങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ടാണ് ജയപ്രകാശ് നാരായണന്റെ ആശീർവാദത്തോടുകൂടി 1977 ജനതാ പാർട്ടി രൂപീകൃതമാകുന്നത്. ആ ജനതാ പാർട്ടിയെ നയിക്കുന്നതിൽ നമുക്കറിയാം 5 പ്രധാനപ്പെട്ട പാർട്ടികൾ, ഭാരതീയ ജനസംഘം, അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് ഫോർ ഡെമോക്രസി, അങ്ങനെ 5 വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഭാരതീയ ക്രാന്തിദൾ, അങ്ങനെ 5 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുകൊണ്ട് ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോൾ ആ ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിൽ ഉൾപ്പെടെ LK അഡ്വാനി എന്ന വ്യക്തിത്വം വളരെ നിർണായകമായ പങ്ക് വഹിക്കുകയും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭാരതത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകൃതമാകുമ്പോൾ അതിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് എന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിത്വം കൂടിയാണ് LK അഡ്വാനി. കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള, മാധ്യമ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ജയിലിലടയ്ക്കുന്ന സെൻസർഷിപ്പ് ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നതെങ്കിൽ ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പിന്നീട് മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആ നിർണായകമായ വകുപ്പ് കൈകാര്യം ചെയ്തത് LK അഡ്വാനിയായിരുന്നു. പിന്നീട് 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോൾ 1980 ഏപ്രിൽ മാസം 6 BJP രൂപീകൃതമാകുന്നത് അന്ന് LK അഡ്വാനിയുടെയും AB വാജ്പേയിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ്. അതിനുശേഷം പിന്നീട് 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 2 സീറ്റിൽ മാത്രം വിജയിച്ച BJP 1989 ആകുമ്പോഴേക്കും 85 സീറ്റുകളിൽ വിജയിക്കുന്ന പാർട്ടിയായി BJPയെ വളർത്തിയത് LK അഡ്വാനി എന്ന നേതാവിന്റെ പങ്ക് അതിൽ വളരെ സുപ്രധാനമാണ്. അതിനുശേഷം നമുക്കറിയാം അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റം, ആ അയോധ്യ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് 1990 സെപ്റ്റംബർ മാസം 25-ാം തീയതി സോമനാഥ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നിന്നും LK അഡ്വാനി ആരംഭിച്ച രാമരഥയാത്ര, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രം ഇന്നു കാണുന്ന രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടിയെ വളർത്തുന്നതിൽ LK അഡ്വാനി രാമജന്മഭൂമി മൂവ്മെന്റിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് 1990 സെപ്റ്റംബർ 25-ന് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനത്തിൽ സെപ്റ്റംബർ 25 അന്ന് തുടങ്ങിയ ആ രാമരഥയാത്ര അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രമല്ല ഭാരതത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ തന്നെ ചരിത്രം മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. വലിയൊരു കൊടുങ്കാറ്റ് പോലെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഭാരതത്തിൽ ഉദിച്ചു ഉയർന്നത് ആ രാമരഥയാത്രയ്ക്ക് ശേഷമാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിനുശേഷം അദ്ദേഹം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി മാറുന്നുണ്ട്. 1991 തെരഞ്ഞെടുപ്പാകുമ്പോൾ BJPയുടെ സീറ്റ് നില 120 എത്തുന്നു. 89 85 ആണെങ്കിൽ 1991 ആകുമ്പോൾ BJPയുടെ സീറ്റ് നില അത് 120 എന്ന നമ്പറിലേക്ക് എത്തുകയും ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി, ഔദ്യോഗിക പ്രതിപക്ഷ പാർട്ടിയായി മാറുന്നു. അതിലെല്ലാം LK അഡ്വാനി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നീട് 1996 ആകുമ്പോഴേക്കും BJPയുടെ സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുന്നു. പക്ഷെ നമുക്കറിയാം 161 സീറ്റുകൾ നേടിക്കൊണ്ട് BJP സർക്കാർ രൂപീകരിക്കുന്നുവെങ്കിലും അത് 13 ദിവസം മാത്രമാണ് നീണ്ടുനിന്നത്. പല കൂടെ ഉണ്ടായിരുന്ന കക്ഷികൾ പലരും ആ സമയത്ത് നിലപാട് മാറ്റിയതിനെ തുടർന്ന് 13-ാം ദിവസം AB വാജ്പേയി സർക്കാർ താഴെ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ പിന്നീട് ജനങ്ങൾ BJPക്കൊപ്പമായിരുന്നു. 1998 ആകുമ്പോഴേക്കും വീണ്ടും AB വാജ്പേയിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. അത് 13 മാസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. എന്നാൽ 99 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 182 സീറ്റുകൾ നേടിക്കൊണ്ട് BJP ഏറ്റവും വലിയ കക്ഷിയായി വീണ്ടും AB വാജ്പേയിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുമ്പോൾ ആ സർക്കാരിൽ വളരെ തന്ത്രപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തു LK അഡ്വാനി. അദ്ദേഹം ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ ഉപപ്രധാനമന്ത്രിയുമായിരുന്നു. നമുക്കറിയാം ഉപപ്രധാനമന്ത്രി എന്നത് ഒരു ഭരണഘടനാ പോസ്റ്റ് അല്ല എങ്കിൽ പോലും ഭാരതത്തിൽ 7 ഉപപ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭഭായ് പട്ടേലാണ്. ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന അദ്ദേഹമാണ് ഭാരതത്തിന്റെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയെങ്കിൽ പിന്നീട് 7ാമത്തെ ഉപപ്രധാനമന്ത്രി ഇന്ന് ഏറ്റവും അവസാനമായി നമുക്ക് ആ ലിസ്റ്റിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ലാൽകൃഷ്ണ അഡ്വാനിയാണ്. പിന്നീട് 2004 വരെ ആ സർക്കാരിൽ വളരെ ചടുലമായ നീക്കങ്ങൾ ഉണ്ടായി. സംഭവബഹുലമായ പല നാളുകൾ
നമുക്കറിയാം. കാർഗിൽ യുദ്ധവും പൊക്രാനിലെ അണുപരീക്ഷണവും ഉൾപ്പെടെ ഭാരതം ലോകത്തിന് മുൻപിൽ ഒരു ശക്തിയായി വീണ്ടും വളർന്നു വരുന്ന ആ കാലഘട്ടത്തിന് നേതൃത്വം നൽകിയത് എ.ബി. വാജ്പേയി, അതോടൊപ്പം തന്നെ ലാൽകൃഷ്ണ അഡ്വാനി തുടങ്ങിയ രാമലക്ഷ്മണന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ സംഭാവന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അല്പസമയം മുമ്പ് ആ നിർണായകമായ പ്രഖ്യാപനം ഭാരതത്തിന്റെ വികസനത്തിനും ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ഈ ഒരു പ്രൗഢിക്കും കാരണക്കാരനായ നേതാവ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൽ.കെ. അഡ്വാനിക്ക് രാജ്യത്തിന്റെ ഏറ്റവും 2015 അദ്ദേഹത്തിന് ഭാരതത്തിലെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മ വിഭൂഷൺ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ 2024 എത്തുമ്പോൾ എൽ.കെ. അദ്വാനിക്ക് ഭാരത് രത്ന കൂടി ലഭിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചതും. എന്തായാലും നേരിട്ട് എൽ.കെ. അദ്വാനിയെ വിളിച്ച് അഭിനന്ദനം അറിയിച്ച കാര്യം കൂടി പ്രധാനമന്ത്രി പങ്കുവച്ചിട്ടുണ്ട്.